നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടെന്ന് 7ാമത്തെ ദിവസമാണ്. ഇതുവരെ ഔദ്യോഗികമായി 385 പേർ മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 180ഓളം ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചിലതൊക്കെ പറയാതെ വയ്യ. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നൊരു അറിയിപ്പുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? അതായത് വേറൊന്നുമല്ല, അവസാനത്തെ ആളെ കണ്ടെത്തുന്നവരെ, അത് ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമുക്കറിയാം, വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിലൂടെയാണ് നമ്മുടെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതങ്ങളൊക്കെ കൊടുക്കാതെ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി നമ്മൾ വലിയ ഒരു കടക്കെണിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലും അതൊന്നും വകവെക്കാതെ നമ്മുടെ സർക്കാർ കാണിക്കുന്ന ഈ ഒരു പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. ജനങ്ങളോടുള്ള കരുതലാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് മുതൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങോട്ട് ആദ്യം 3ഓളം മന്ത്രിമാരെ അയക്കുന്നു, പിന്നീട് മുഴുവൻ മന്ത്രിമാരെയും അങ്ങോട്ട് അയക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഈ സമയം വരെ, ഇന്ന് 7ാം ദിവസമാണ്, ഈ സമയം വരെ എല്ലാ മന്ത്രിമാരും അവിടെയുണ്ട്. അവരൊക്കെ നേരിട്ട് എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കളക്ടറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ ഇട്ട് ഈ ഒരു വാർത്തയൊക്കെ വരുന്ന സാഹചര്യത്തിൽ, ഈ വാർത്തയുടെയൊക്കെ ഒരു ഹൈപ്പ് തീരുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു ധനസഹായമൊക്കെ പ്രഖ്യാപിച്ച് ഒന്ന് വഴുതി മാറുന്ന സർക്കാരുകളെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു സർക്കാർ, അതായത് ഈ 7 ദിവസവും അവിടെ തന്നെ തമ്പടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ദുരിതത്തിൽ പെട്ടുപോയ, എന്താ പറയുക, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ, ഉപജീവന മാർഗ്ഗമില്ലാതായ ആളുകൾക്കൊപ്പം തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കിണഞ്ഞ് പരിശ്രമം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സംസ്ഥാന വിരുദ്ധരായി നിൽക്കുന്ന ചില എന്താ പറയുക, മനുഷ്യമൃഗങ്ങളൊക്കെ, നികൃഷ്ട മനസ്സുള്ള ആളുകളൊക്കെ കുപ്രചരണം നടത്തുന്നുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ആ ദുരിതാശ്വാസ നിധിക്ക് പിന്തുണയുമായി കോടിക്കണക്കിന് ആളുകൾ രംഗത്തേക്ക് വരികയാണ്. വലിയ വലിയ സഹായങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. ഒപ്പം അവിടെ നിൽക്കുന്ന മന്ത്രിമാരെ, അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പല ആളുകൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ചില ആളുകളൊക്കെ പല ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിലൊന്നും രാഷ്ട്രീയപരമായ ഒരു മറുപടി പറയാൻ സർക്കാർ തുനിയുന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സർക്കാരിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ഈ സർക്കാരിനെ ഒരു വല്ലാത്ത രീതിയിൽ ആരോപണങ്ങളുടെ ശയ്യയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയൊക്കെ BJPയും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിലെ ചില ആളുകളും ഒക്കെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനോ ഒന്നും സർക്കാർ സമയം കണ്ടെത്തുന്നില്ല. മറിച്ച് ജനങ്ങളെ രക്ഷിക്കുക, രക്ഷാപ്രവർത്തനം നടത്തുക, പുനരധിവാസം നടത്തുക, ഇത് മാത്രമാണ് സർക്കാരിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇന്നലെ തന്നെ നമ്മൾ എന്താണ് കണ്ടത്? അതായത് ഇന്നലെ പല മൃതദേഹങ്ങളും അവിടെ സംസ്കരിക്കുന്ന ചടങ്ങ് നമ്മൾ കണ്ടു. അതായത് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് അവിടെ ഈ കൂട്ടമായിട്ട് മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്ന കാഴ്ച കണ്ടത്. സംസ്കാര ചടങ്ങിൽ പോലും ഒരു മാതൃക. മറ്റേതെങ്കിലും സംസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് ചിലപ്പോൾ മണ്ണിട്ടൊക്കെ മൂടി അതങ്ങ് അവസാനിപ്പിക്കും. പക്ഷേ ഇവിടെ ഒരു രീതിയിലുള്ള ആരോപണങ്ങളും വരാതിരിക്കാൻ, അല്ലെങ്കിൽ ആർക്കും ഇനി ഒരു പരാതിയും ഉണ്ടാകാതിരിക്കാൻ സർവ്വമത പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടാണ്, എല്ലാ ചടങ്ങുകളും നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. മാത്രവുമല്ല, രേഖകളൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മേപ്പാടിയിൽ അദാലത്ത് നടത്താൻ പോകുന്നു. അതുപോലെ തന്നെ സിം നഷ്ടപ്പെട്ടവർക്ക് അതേ സിം തന്നെ, അതേ നമ്പറിൽ തന്നെ സിം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങി മാതൃകാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സർക്കാർ താങ്ങും തണലും ഒക്കെയായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, തുടക്കമൊക്കെ എല്ലാവരും രംഗത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പല പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. VD സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് സജീവമായിട്ട് അവിടെ കാണാൻ കഴിയുന്നത് ഈ സർക്കാരിനെയും, ഈ സർക്കാരിൻ്റെ മന്ത്രിമാരെയും MLAമാരെയും DYFIനെയും ഒക്കെ മാത്രമാണ്. നേരത്തെ അങ്ങോട്ട് കാര്യമായിട്ട് തന്നെ തുടക്ക സമയത്ത് ഈ രാഹുൽ ഗാന്ധി ഒക്കെ വന്ന സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ആളുകളൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ നേതാക്കളൊക്കെ വന്നു പോയപ്പോൾ ഈ പറയുന്നത് പോലെ പല ആളുകളും മടങ്ങി. ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംഘടനയുടെ ആണെങ്കിലും ആളുകളൊക്കെ നിലവിൽ അവിടെയുള്ളൂ. പക്ഷേ ഇപ്പോഴും ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് DYFI ഒക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ
അതൊക്കെ എടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയോ ഒന്നും അവർ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരു PR ആയിട്ട് പോലും അതിനെ കാണുന്നില്ല എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പക്ഷേ അതിനെ PR ആയിട്ട് കാണുന്ന ചില ആളുകളുണ്ട്. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു PR ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അത്രയ്ക്കൊരു വിലയെ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നത് പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ഈ ആളുകൾക്ക് വന്ന് നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ കാണുമ്പോൾ വലിയ പേടിയുണ്ട്. വേറൊന്നും കൊണ്ടല്ല. പെട്ടിമല ദുരന്തത്തിന് നാളെ 1 വർഷം തികയുകയാണ്. ഈ പെട്ടിമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുവരെ ആ ധനസഹായം അവർക്ക് കൊടുത്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതായത് സംസ്ഥാനം പ്രഖ്യാപിച്ച ധനസഹായം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും സർക്കാർ നിറവേറ്റി. പക്ഷേ കേന്ദ്രം ഇതുവരെ സഹായിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പലപ്പോഴുമുള്ള ധനസഹായങ്ങൾ വെറും പേരിന് മാത്രമാണ്. ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് 50,000 രൂപയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കിട്ടാനുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം പെട്ടിമലയിൽ 70ഓളം പേർ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലും അവർക്ക് ഈ പ്രഖ്യാപിച്ച സഹായങ്ങളൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയും അധികം ആളുകൾ മരിച്ചൊരു സംഭവത്തിൽ കൊടുക്കുമോ ദൈവത്തിനറിയാം. കൊടുക്കാൻ കഴിയട്ടെ. എന്തായാലും ആ പാവങ്ങൾക്ക് ഇതെങ്കിലും കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ മുന്നോട്ട് വെക്കാനുള്ളൂ. നിരവധി ആളുകൾക്ക് വീട് പണിത് തരാമെന്നൊക്കെ പറഞ്ഞൊക്കെ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസ് ഒക്കെ 100 വീടൊക്കെ പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയ സമയത്ത് 1001 വീട് പണിത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചതാണ്. എന്തായാലും ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാകരുത്. എന്തായാലും DYFI 25 വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ആക്രിയൊക്കെ പെറുക്കി വിറ്റ് പണം സമാഹരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പലപ്പോഴും പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസും ഇക്കുറി ഞങ്ങൾ 30 വീടുകൾ പണിത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും വെറുതെ ഉള്ളൊരു വാക്കായി മാറരുത്. കാരണം ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രഖ്യാപനങ്ങൾ കണ്ട് പിന്നോട്ട് വലിയുന്ന, അതായത് ഇനി ഇത്രയും വീടുകൾ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ച് പിന്നോട്ട് വലിയുന്ന ഒരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾ ഈ അവസരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനെ നേരിടാൻ വേണ്ടി സർക്കാർ ഓരോ ഘട്ടത്തിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ നിരവധി വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മാധ്യമങ്ങളും പ്രതിപക്ഷത്തിനൊപ്പം കിടഞ്ഞ് പരിശ്രമം നടത്തുകയായിരുന്നു. എന്തായാലും മാധ്യമങ്ങൾക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായിരിക്കുന്നു ഈ സർക്കാർ, അതായത് പിണറായി വിജയൻ സർക്കാർ, ഈ LDF സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഈ രീതിയിലൊക്കെ ഇടപെട്ട് നമുക്ക് ഇത്രയധികം ആൾക്കാരെയെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്താനും ഇത്തരത്തിലുള്ള പ്രവർത്തനവും കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ അവരുടെ റിപ്പോർട്ടിംഗ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മളുടെയൊക്കെ എല്ലാമായ നമ്മളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും രാഷ്ട്രീയം കളിക്കരുത്. ഈ അവസരത്തിൽ ആരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പരിശ്രമം നടത്തരുത്. അത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പരിശ്രമം നടത്തുന്നവരെ അടക്കി നിർത്താൻ ആ പാർട്ടിയുടെ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ ശ്രമം നടത്തണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ അവസരത്തിൽ ആ പുനരധിവാസത്തിനും അതുപോലെ തന്നെ അതിജീവനത്തിനും വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന പോരാളികൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും ഇട്ടുകൊടുത്ത് സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്.